ഇനി അമേരിക്കയിലേക്ക് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. പ്രത്യേകിച്ചും UN രക്ഷാസമിതിയിൽ ഇന്ന് വോട്ടെടുപ്പ് വരികയാണല്ലോ. ഹോർമൂസ് കടലെടുക്ക് തുറക്കണമെന്ന പ്രമേയത്തെക്കുറിച്ച് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN അല്പമണിക്കൂറുകൾക്ക് മുമ്പ് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ പാലം തകർന്നു തന്നെയാണ്. ഇറാനിലെ അൽബോഴ്സ് പ്രവിശ്യയിൽ നിർമ്മാണത്തിലിരുന്ന പാലത്തിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 8 പേരാണ് കൊല്ലപ്പെട്ടത്. ഇവര് നേച്ചർ ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു നദീതീരത്ത് ഒത്തുകൂടിയതായിരുന്നു. 100ഓളം പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഈ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതും വലിയ വാർത്തയായിരിക്കുകയാണ്. ഇറാന്റെ ഏറ്റവും വലിയ പാലമാണ് തകർക്കപ്പെട്ടതെന്നാണ് ട്രംപ് പറഞ്ഞത്. അത് മാത്രമല്ല, ഇനിയും വരാനിരിക്കുന്നു എന്നൊരു മുന്നറിയിപ്പ് ട്രംപ് നൽകുന്നുണ്ട്. അതേസമയം ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ നടന്ന ഈ ആക്രമണത്തെ അതിരൂക്ഷമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് തകർക്കപ്പെട്ട ഓരോ പാലവും കെട്ടിടവും അതിനേക്കാൾ കരുത്തോടെ ഇറാൻ പുനർനിർമ്മിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ട്രംപ് ഒരു ചിത്രം പങ്കുവച്ചിരുന്നു. ഈ അതേ പാലത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അരാഗ്ചിയുടെ മറുപടിയും വന്നത്. അതുകൂടാതെ ഗൾഫ് രാജ്യങ്ങളിലെ പാലങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ സൈന്യവും പറയുന്നു. കുവൈത്തിലെയും സൗദി അറേബ്യയിലെയും UAE-ലെയും ജോർദാനിലെയും പാലങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാൻ സൈന്യം പറയുന്നത്. അതേസമയം സൂചിപ്പിച്ചതുപോലെ ഹോർമൂസ് ഇടുക്കിലെ ഈ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സുഗമമാക്കുവാൻ ലക്ഷ്യമിട്ടുള്ള ബഹ്റിൻ കുറച്ച് ദിവസങ്ങളായിട്ട് നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു പ്രമേയം നാളെ ഐക്യരാഷ്ട്രസഭയിൽ വോട്ടെടുപ്പിനായിട്ട് വരികയാണ്. ബഹ്റിന്റെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങളാണ് ഈ പ്രമേയം തയ്യാറാക്കിയത്. അവർ ആവശ്യപ്പെടുന്നത് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സുഗമമാക്കുവാൻ ആവശ്യമായ എല്ലാ മാർഗങ്ങളും, അതായത് ഓൾ നെസസറി മീൻസ് ഉപയോഗിക്കുവാൻ അനുമതി നൽകണമെന്നായിരുന്നു. അതേസമയം ഈ പ്രമേയത്തിൽ ഒരു ബലപ്രയോഗം അനുവദിക്കുന്ന ഒരു ഭാഷയും അനുവദിക്കാൻ കഴിയില്ലെന്ന് ഈ വീറ്റോ അധികാരമുള്ള റഷ്യയും ചൈനയും അതുപോലെ ഫ്രാൻസും അവരുടെ നിലപാട് വളരെ കർശനമാക്കുകയായിരുന്നു. ഇറാനിലെ അമേരിക്കൻ ഇസ്രായേൽ ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും റഷ്യയും ചൈനയും ആവശ്യപ്പെട്ടു. വലിയ രീതിയിലുള്ള വാക്പോരുകളായിരുന്നു ഇന്ന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ നടന്നത്. ഈ മേഖലയിലെ സമാധാനത്തിന് ഇറാൻ ഭീഷണിയാണെന്നുള്ള നിലപാടിൽ അതേസമയം അമേരിക്കൻ അംബാസിഡർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഈ ഇറാനെതിരെ ഈ ആക്രമണം തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്നു തന്നെ തുടരുകയാണ്. ക്രൂഡ് ഓയിലിന് ബാരലിന് ഏതാണ്ട് $111 വ്യാപാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മക്കളായ എറിക് ട്രംപും അതുപോലെ ഡൊണാൾഡ് ട്രംപ് ജൂനിയറും പങ്കാളിത്തമുള്ള ഒരു ഡ്രോൺ നിർമ്മാണ കമ്പനി, ആ കമ്പനിയുടെ പേര് പവർസ് എന്നാണ്. അവർ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഡ്രോണുകൾ വിറ്റഴിക്കുവാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയാണ്. ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ ഈ പവേഴ്സ് നിർമ്മിക്കുന്ന ഈ ഡ്രോണുകൾക്ക് സാധിക്കുമെന്നാണ് ഈ കമ്പനി അവകാശപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ട് ഈ കമ്പനിയുടെ ഒരു സഹസ്ഥാപകനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ബ്രെറ്റ് ബിലിക്കോവിച്ച് എന്നാണ്. അദ്ദേഹം ചർച്ചകൾ നടത്തി വരികയാണ്.